നടൻ അല്ലു അർജുൻ നായകനായി എത്തിയ പുഷ്പ 2 ബോക്സ് ഓഫീസിൽ ഇന്ത്യൻ സിനിമ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ വിജയ ചിത്രമായിരുന്നു. സുകുമാർ സംവിധാനം ചെയ്ത ചിത്രം 1800 കോടിയിലേറെയാണ് ഒരു മാസം കൊണ്ട് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ചിത്രമെന്ന പദവിയാണ് ഇതോടെ പുഷ്പ സ്വന്തമാക്കിയത്. 1788 കോടി രൂപ നേടിയ രാജമൌലി ചിത്രം ബാഹുബലി 2വിനെ മറികടന്നാണ് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ചിത്രമെന്ന സ്ഥാനം പുഷ്പ 2 സ്വന്തമാക്കിയത്. അമീർ ഖാന്റെ ദംഗൽ മാത്രമാണ് പുഷ്പ 2വിന് മുന്നിലുള്ളത്. ഇറങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടും ക്രിസ്മസ് റിലീസുകളേക്കാൾ കൂടിയ കളക്ഷനാണ് പുഷ്പ 2 ഇപ്പോഴും നേടുന്നത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിനാണ് ഇപ്പോഴും കാഴ്ചക്കാർ ഏറെയുള്ളത്. അതേസമയം ചിത്രത്തിന്റെ OTT റിലീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ OTT ഡീലിലൂടെയാണ് നെറ്റ്ഫ്ലിക്സ് പുഷ്പ 2വിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത്. ചിത്രത്തിന്റെ സാധാരണ OTT വിൻഡോയായ 28 ദിവസം പക്ഷേ പുഷ്പ 2വിന്റെ വൻ വിജയത്തെ തുടർന്ന് ചിത്രത്തിന് ബാധകമായിരുന്നില്ല. വിവിധ റിപ്പോർട്ടുകൾ അനുസരിച്ച് 250 കോടി രൂപയ്ക്കാണ് പുഷ്പ 2വിന്റെ ഡിജിറ്റൽ അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയത്. ഈ നിക്ഷേപം വീണ്ടെടുക്കുന്നതിനായി സിനിമ ഉടൻ സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം. അതിനാൽ 2025 ജനുവരി അവസാനത്തോടെ പുഷ്പ 2 സ്ട്രീമിംഗിനായി നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമായേക്കും. ജനുവരി 26-നുള്ളിൽ പുഷ്പ 2 OTT റിലീസ് ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇനിയും വൈകിയേക്കില്ല. പുഷ്പയുടെ ആദ്യ ഭാഗത്തിന്റെ അവകാശം ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.